രേണു ചുതി, സുഖമാണോ? കുറെ ദിവസമായി നിങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കണ്ടന്റ് വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. സിനിമാ നടൻ ജയൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, ആ അതുല്യ പ്രതിഭയെ. ആ വ്യക്തിയുടെ കൂടെയുള്ള ഒന്ന് രണ്ട് ഫോട്ടോകൾ രേണു ചേച്ചി ഷെയർ ചെയ്തത് കണ്ടേ. എൻ്റെ ദൈവമേ, സ്ത്രീയെ, നിങ്ങളെ ഞാൻ ഇൻസ്റ്റഗ്രാമത്തിൽ ഫോളോ ഒന്നും ചെയ്യുന്നില്ല, ഫീഡിൽ വന്ന് കയറിയതാ, അറിയാതെ കണ്ടുപോയി ഈ സാധനം, ഞെട്ടിപ്പോയി ഈ സാധനമൊക്കെ കണ്ടപ്പോൾ. പുള്ളിയുടെ മോൻ ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളിയുടെ മോനാന്നും പറഞ്ഞ് ഒരാൾ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ. പൊന്നു ചേട്ടാ, ഈ വീഡിയോ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ആ അതുല്യ പ്രതിഭയെ എയിലൂടെ സ്വന്തം കീഴെ നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോയൊക്കെ ഈ രേണു ചേച്ചി ഇറക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. ഓ, ആ മനുഷ്യനെയും കൂടെ, ലാലേട്ടനെ മോഹൻലാലിനെ ഒന്നും, ലാലേട്ടനെ മമ്മൂക്കനെ ഒന്നും വേണ്ടെന്ന്, ലാലേട്ടനെ മമ്മൂക്കനെയും ഒന്നും വേണ്ട, ചേച്ചിക്ക് ജയനെ മതി. ചേച്ചിയുടെ ഇഷ്ടമാണ്, ചേച്ചിക്ക് വഴി ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണമെങ്കിലും ഉണ്ടാക്കാം. സണ്ണി ലിയോണിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആയിക്കോട്ടെ, അതൊന്നും കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ലടേ. പക്ഷെ ഇതുപോലുള്ള അതുല്യ പ്രതിഭകളെയൊക്കെ പിടിച്ച് ചേച്ചി കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ടാക്കി നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചേച്ചി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്തൊക്കെ അപരാധങ്ങളാണ് ചേച്ചി കാണിച്ചു വെക്കുന്നത്. ഒരു അപേക്ഷയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കല്ലേ, അപേക്ഷയാ, അല്ലാതെ മറ്റേ ആജ്ഞാപിക്കൊന്നും അല്ല ചേച്ചി. ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യല്ലേ, സിനിമാ പ്രേമികളോട്ട് ദ്രോഹിക്കല്ലേ ഞങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയൻ ചേട്ടന്റെ മോനൊക്കെ പറഞ്ഞു കിടക്കുന്നൊരു പുള്ളി ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ കേസ് വല്ലതും കൊടുക്കും നിങ്ങളുടെ പേരിൽ. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടാ, കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു കേസ് അങ്ങ് കൊടുക്ക്, ഈ പരിപാടി അങ്ങ് നിർത്തട്ടെ. ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ നാട്ടുകാരോട് ദ്രോഹം? രേണു സുധിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ തുടക്കത്തില്ലേ, പ്രിയപ്പെട്ടവരെ, കേട്ടല്ലോ 3-4 തവണ രേണു ചുതി എന്ന്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണേ. താല്പര്യമുള്ളവർ മാത്രം കാണാതിരുന്നാൽ മതിയേ, അല്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, താഴെ കമന്റ് ബോക്സിൽ പറയുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറേ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനും ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. രേണു സുധിയുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, രേണുവിനെ കുറച്ച് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ. 2 ദിവസമായി വിട്ടിട്ട് മിണ്ടണ്ട, പോട്ടെ, വിവരക്കേട് എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. പിന്നെ ഇന്ന് കണ്ടന്റ് ഒന്നും ഇല്ലടേ, കണ്ടന്റ് ക്ഷാമം, അങ്ങനെ തന്നെ പറയാലോ. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇവരെ എടുത്തു വെച്ച് അങ്ങോട്ട് ഉടുത്തു വിടാന്ന്. ഇവരിപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് തലയും കുലുക്കി ഇറങ്ങും. അയ്യോ ചേച്ചി ഇറങ്ങിക്കോ, ചേച്ചിക്ക് നമ്മളാരും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ചേച്ചി വലിയ ലേഡി ബിഗ് ബോസ് ആയതുകൊണ്ട്. ചിരി വരുവിടെ ഇവരുടെ കാര്യം പറയുമ്പോൾ. എന്താണെങ്കിലും ഇവർ പറയുന്ന ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ ബുദ്ധി കൂടിയിട്ട് പറയുന്ന വലിയ എന്തോ ഒരു കാര്യം നിങ്ങൾ കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും, എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണാൻ. ആ ചേച്ചി വയറ് തേങ്ങ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ മാത്രം എനിക്കൊരു സംശയം, ഞങ്ങളുടെ തന്നെ ബിഗ് ബോസാ? ബിഗ് ബോസ് നിങ്ങൾക്കങ്ങ് തീരെഴുതി തന്നിരിക്കുവാണോ സ്ത്രീയെ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, ഞങ്ങളുടെ തന്നെ ബിഗ് ബോസ് എന്ന്. അപ്പൊ ഈ പ്രേക്ഷകരൊക്കെ എന്താ പറയേണ്ടത്? അയ്യോ, ശാരിക മാഡത്തിന്റെ ബിഗ് ബോസ് ആണേ, രേണു സുധിയുടെ ബിഗ് ബോസ് ആണേ, നമ്മളൊക്കെ പാവപ്പെട്ട സാധാരണക്കാര് പ്രേക്ഷകര്, നമ്മളെ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ആ ഷോയ്ക്ക്, നിങ്ങളാണേ വലിയ സ്റ്റാർ എന്ന് നമ്മളൊക്കെ പറയണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്താ വലിയ സംഭവം എന്തോ നടത്തിയെടുത്ത പോലെയാണ് ഞങ്ങളുടെ തന്നെ ബിഗ് ബോസ്. എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, കുറെ കാലമായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. ഒരിക്കലും നിങ്ങളെ കളിയാക്കാൻ വേണ്ടല്ല, അങ്ങനെ തോന്നരുത് മിസ് ശാരിക, കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അതിലെ റീച്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതൊക്കെ വരുന്നതെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി, അല്ലെങ്കിൽ ഈ ജാസ്മിൻ ആ ഒരു സീസണാണ് ഞാൻ പ്രോപ്പറായിട്ട് കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷം ഈ ശാരികയുടെയൊക്കെ ലാസ്റ്റ് ഉണ്ടായിരുന്ന സീസൺ ആ ഒരു ടൈം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ ശാരിക ഒരു 2-3 വർഷമായിട്ട് ഈ ആങ്കറിങ് പരിപാടി അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്.
അങ്ങനെയുള്ള നിങ്ങൾ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുന്നു, ഇൻസ്റ്റഗ്രാമിലുണ്ട്. എന്തുകൊണ്ടാണ് ഷാരിക കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ്, എന്തുകൊണ്ടാണ്, മാന്യമായിട്ടുള്ള ചോദ്യമാണേ, നിങ്ങൾക്ക് മാത്രം റീച്ച് കിട്ടാത്തത്? എന്തുകൊണ്ടാണത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, എന്നെ അങ്ങ് അടിച്ച് നശിപ്പിക്കുക, എൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റുകളാണ്, കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത്. നിങ്ങളിതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങൾ മണ്ടന്മാരല്ല. നിങ്ങൾ ആരിവിടെ യൂട്യൂബ് വഴി എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി സംസാരിക്കുമ്പോഴും കുറച്ച് ആളുകളെങ്കിലും അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങളെ മാത്രം എന്തുകൊണ്ട് ആൾക്കാർ ആക്സെപ്റ്റ്, ഒരു 2% ആളുകൾ പോലും എന്തുകൊണ്ട് ഇത്രയും വർഷം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങൾ ആദ്യമേ അത് മനസ്സിലാക്കണം. നിങ്ങളുടെ സംസാരം, ഈ എല്ലാത്തിനോടുമുള്ള പുച്ഛം, നിങ്ങൾ മാത്രമാണ് എന്തോ വലിയ ആളെന്നുള്ള തരത്തിലുള്ള സംസാരം, അത് നിങ്ങളങ്ങ് മാറ്റി വെക്കുക. പിടികിട്ടിയോ? ഒരു ഉപദേശിക്കാനൊന്നും നമ്മളാരും ഒന്നും അല്ലേ. നമ്മളൊക്കെ നമ്മുടെ കണ്ടന്റ്, നമ്മുടെ അരിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അല്ല നിങ്ങൾ പറയുന്ന പോലെ എന്തോ വലിയ അങ്ങോട്ട് മലമറിക്കും, നമ്മൾ അതിനൊന്നും അല്ലേ. നമ്മുടെയൊക്കെ ജീവിതമാർഗ്ഗമാണ്. നിങ്ങളുടെയും ജീവിതമാർഗ്ഗം ആയിരിക്കുമല്ലോ ഈ വീഡിയോ ഇടുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും എനിക്കറിയില്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ. എൻ്റെ അറിവിൽ ഒരു ഇൻ്റർവ്യൂവറൊക്കെ ആയിരുന്നു. ഇപ്പം എന്താണ് ജോലി നമുക്കറിയത്തില്ല. വോട്ടവർ, ഈ സ്വയം പൊങ്ങി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് മാറ്റിവെക്ക്. എന്നിട്ട് ആളുകളോട് സംസാരിക്കും. ഇല്ലെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ ആളുകളിലേക്ക് എത്തും. അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബറും അല്ലെങ്കിൽ ഈ ഫോളോ പരിപാടിയൊക്കെ വരും കേട്ടോ. കാരണം ഞാൻ കാണാൻ തുടങ്ങുന്ന സമയത്ത് തൊട്ട്, ഞാൻ ഈ ചാനൽ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവർ ഇൻ്റർവ്യൂവറാണ്. ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇൻ്റർവ്യൂവറായിട്ടിരിക്കുന്ന ഒരു ചാനലിൽ ഞാൻ പോയിട്ടുണ്ട്. മനസ്സിലായോ? ആ സമയത്തൊക്കെ അവരെ അത്യാവശ്യം ആളുകൾക്ക് അറിയാം. എന്നിട്ട് പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ഇവർക്ക് റീച്ചില്ല, എന്തുകൊണ്ട് ആളുകൾ ഇവരെ കേൾക്കാൻ ഇരിക്കുന്നില്ല? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ പൊങ്ങിപ്പരിപാടി അങ്ങ് മാറ്റും. ബാക്കി കുറച്ചും കൂടെ ഇവർ പറയുന്നത് കേൾക്കാം. റേണു ചേച്ചിയിലേക്ക് വന്നിട്ടില്ലേ, വെയിറ്റ് ചെയ്യുക, എല്ലാവരും വരുന്നതേ ഉള്ളൂ, ഇത് കേട്ട് തീർക്ക്. കാണിക്കുന്നുണ്ട്, വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട്, ജണ്ടുമാല, ബൊക്കെ, ഹാരങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ രേണുസുതി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുന്നത്, അവരുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. മലയാളികളെ അന്തസ് പഠിപ്പിക്കാൻ വന്ന മാഡമേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാനാണോ വന്നത്, അതോ രേണുവിനെ വീണ്ടും അടിച്ച് താക്കാനാണോ വന്നത്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന പെണ്ണ് അവക്കൊന്നും ഇല്ല, എന്നിട്ട് അവളെ എല്ലാവരും കൂടെ കളിയാക്കുന്നേ. മിസ് ഷാരിക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഇനാഗുറേഷനോ അല്ലെങ്കിൽ വേറെ പരിപാടികൾക്കോ ഒക്കെ നിങ്ങൾ പോകുന്ന, പറഞ്ഞല്ലോ എന്തൊക്കെയോ ഉള്ള ആളുകൾ, അവർ വരുമ്പോൾ അവരെ ഒന്നും പറയുന്നില്ല, രേണുവിനെ മാത്രം പറയുന്നെന്ന്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടാടേ ആരും ഒന്നും പറയാൻ പോകാത്തത്. ഇവിടെ ഒന്നും ഇല്ലാതെ ഈ പരിപാടി കാണിക്കുന്നോണ്ടാടേ ആൾക്കാരൊന്നും പറയുന്നത്. മണത്തിലായോ തേത്തി? ഇവിടെ നിങ്ങൾ എന്തോ ഈ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ പരിചയമുള്ളൊരു വ്യക്തിയെ നിങ്ങൾ തന്നെ, ഞാൻ ബോഡി ഷേം ചെയ്തെന്ന് പറയരുത്, അവർ തന്നെ പറയുക ആ പെണ്ണിന് ഒന്നും ഇല്ല, എന്നിട്ട് അവിടെ എല്ലാവരും പറയുന്നേ. മനസ്സിലാക്കുക, അതൊന്നും ഇല്ലാതെ ഈ കാട്ടായം കാണിക്കുന്നോണ്ടാണ് നാട്ടുകാർ തെറി പറയുന്നത്. പിടി കിട്ടിയോ? അല്ലാതെ വല്ലതൊക്കെ ഉണ്ടായിട്ട് ഈ പരിപാടി കാണിക്കുവാണെങ്കിൽ ആരും ഒന്നും പറയാൻ പോകത്തില്ല. ആൾക്കാരത് ആസ്വദിച്ചിട്ട് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന കണക്ക് തീയും പൂവും ലവും ഒക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. ഇവിടെ അതല്ല നടക്കുന്നത്. പിന്നെ ഇടക്കിടക്ക് എന്നെ ചോദിച്ചാട്ടാ, തീർന്നു. നാട്ടുകാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? ഇതൊന്നും മനസ്സിലാക്കാനുള്ള യാതൊരു ബോധവും ഇല്ലാതെ വന്നിരുന്ന് കുറെ കഥ പറയുന്ന ഒരു സ്ത്രീ. എനിക്ക് അങ്ങനെയാണ് ഈ ശാരികനെ തോന്നാറുള്ളത് കേട്ടോ. ഭൂരിഭാഗം ആളുകൾക്കും അത് തോന്നിയോണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരെയും അങ്ങനെ കാണാത്തത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെയൊക്കെ വാക്കിന് വില കൊടുത്തിട്ട് കുറച്ച് പേരെങ്കിലും ചെല്ലത്തില്ലേ? ഞാൻ ഇവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം കുറച്ചായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാനപ്പോൾ സത്യം പറഞ്ഞ ഒന്ന് വായിൽ വിരൽ വെച്ചിങ്ങനെ ഇരുന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവർ ഉള്ള സമയത്ത്, ഇവർ അത്രയും നല്ലൊരു ഇൻ്റർവ്യൂവറായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അവരുടെ സബ്സ്ക്രൈബറിനെയോ ഫോളോവേഴ്സിനെയോ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയല്ല. പക്ഷെ ഒരു റിയാലിറ്റിയാണത്.
എന്തുകൊണ്ട് ഇവർക്ക് അത്രയും കിട്ടുന്നില്ല? ഇവർക്ക് കിട്ടേണ്ടതാണ് അത്ര ഒരു എക്സ്പോഷർ. വൈ? എന്തുകൊണ്ട് ഇവരെ ബിഗ് ബോസ് പറയുന്ന ഒരു ഷോയിൽ പോലും കൊണ്ടുവന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ ബിഗ് ബോസിൽ ഇവരിരുന്ന് പുറത്ത് ഇരുന്നു കൊണ്ട് മണ്ടത്തരങ്ങളും അതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായ ആൾക്കാർക്ക് വേണ്ടി പുറത്തിരുന്ന് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ തെറി പറഞ്ഞു. അടുത്ത സീസണിൽ ഇവരെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ തെറി ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇവരെ കയറ്റിയതാ ഷോയിൽ. എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവരവിടെ ചെന്നിട്ടും എന്താ കാണിച്ചത്? പെട്ടെന്ന് തന്നെ ഇവരെ തൂക്കി വെളിയിലാക്കി. നാട്ടുകാരുടെ കുറെ തെറിയും മേടിച്ച് കുറെ ഹേറ്റും മേടിച്ച് വേറൊന്നും സംഭവിച്ചില്ല. എന്താണെങ്കിലും ചാരിക നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കിച്ചു സുധി, നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടു കാണും. കഴിഞ്ഞ ദിവസം കിച്ചു ഋതപ്പനെ കാണാനായിട്ട് കോട്ടയത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെറുക്കനെ അടിച്ചൊന്നും ഇറക്കിയില്ല അവിടുന്ന്. പക്ഷെ പേടിച്ചു വരച്ചാണ് കിച്ചു അവിടെ പോയതെന്നും ഋതപ്പൻ പേടിച്ചു വരച്ചാണ് അവൻ്റെ ചേട്ടൻ്റെ അടുക്കൽ ഇരുന്നതെന്നും വ്യക്തമായിട്ട് അവരുടെ വീഡിയോയിലൂടെ മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. വളരെ പ്രോപ്പറായിട്ട് പോയിന്റ് ഔട്ട് ഞാൻ കാണിച്ചു തരാം എവിടേക്കാണ് ആ പയ്യൻ പേടിച്ചു വരച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്നുള്ളത്. നിങ്ങൾക്കും തോന്നിക്കാണും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇനി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ഋതപ്പനെ കാണാനായിട്ട് പോവാണ്. നല്ല വെയില, നല്ല വെയിലുണ്ട്. ഞങ്ങള് ഋതപ്പനെ കാണാൻ വേണ്ടി കോട്ടയം നമ്മൾ ചെങ്ങന്നൂരിൽ നമ്മളൊരു മറ്റേ കരിമ്പിൻ ജ്യൂസ്, കരിമ്പ് അത് കുടിക്കാനായിട്ട് നിൽക്കുന്നു. ഇവിടെ നമ്മൾ നേരെ ഋതപ്പനെ എടുത്തിട്ട് പോകണം. അവിടെ ചെന്ന് അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്ന് അറിയത്തില്ല നമുക്ക്. എന്തായാലും നോക്കാം നമുക്ക്. കരിമ്പിൻ ജ്യൂസ് കിച്ചുവിന് അറിയില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് നടക്കും, അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് കിച്ചുവിന് അറിയില്ല എന്ന് പറയുന്നു. ആ പറയാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം, അവൻ ലാസ്റ്റ് ഇട്ട വീഡിയോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ കൂടെ നടക്കുന്നവന്മാർ രണ്ടുപേരുണ്ടല്ലോ, എനിക്ക് അവരെ പറ്റിയാണ്. കിച്ചുവിനോടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഒരുത്തൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ കൂടെ വന്നിട്ട് നിന്ന് ചിരിക്കുന്നവന്മാരുണ്ടല്ലോ, ഒരിക്കലും അവന്മാരെ അടുപ്പിക്കരുത്. അങ്ങനെയുള്ളവന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് കുഴിച്ചടിക്കുക. ഒരു ഉപദേശമൊന്നുമല്ല, അനുഭവത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? കൂടെ നിന്നുകൊണ്ടിരുന്ന ഈ ചിരിക്കുന്നവന്മാരുണ്ടല്ലോ, അവരെ വേണം ഫസ്റ്റ് സൂക്ഷിക്കാൻ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത്. കിച്ചുവിനോട് സൂക്ഷിച്ചോളുക അവന്മാർ കാരണം ആ കുടുംബം ഇല്ലാതായിപ്പോരുത്. കിച്ചുവിൻ്റെ കുടുംബം, ആ കുടുംബം എന്ന് ഞാൻ പറഞ്ഞാൽ കിച്ചുവിന് നഷ്ടങ്ങൾ വരാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അവന്മാർക്ക് എന്തോ സർപ്രൈസ് വേണ്ട, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ബാക്കി കേൾക്കും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. എവിടെയൊക്കെ ഇവന്മാരിടക്കിടക്കിട്ട് തിരികെ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കിട്ടും. ബാക്കി കാണാം. ഇപ്പൊ ഗായ്സ് എത്തിയിട്ടുണ്ട്. അറിയത്തില്ല, നോക്കാം. സർപ്രൈസ് നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ടാ കാണാം. ഉണ്ടാ എല്ലാരും ഉണ്ടാ, എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ടെൻഷനാണ്? നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ സുഖമാണ്. ഒന്നുമില്ലേ? പള്ളിയിൽ പോയോ? മതി, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ മുണ്ടിങ്ങനെ ഒരു സൈഡും പൊക്കി ഒരുത്ത നിപ്പുണ്ട്, തങ്കണ്ണൻ. വലിയ മൈൻഡൊന്നും ഇല്ല കിച്ചു. കയറുന്നതിന് മുമ്പ് തന്നെ അവർ പറയുന്നുണ്ടല്ലോ, ഒരു പേടിയോട് കൂടിയാണ് അങ്ങോട്ട് കയറി ചെന്നത്. വലിയ താല്പര്യമൊന്നുമില്ല, അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും തങ്കനൊന്നും കൂടുതൽ മിണ്ടുന്നില്ല. കിച്ചു അവിടെ നിന്ന് കൂടുതലൊന്നും സംസാരിക്കാനോ ഒന്നിനും പോകുന്നില്ല. വീഡിയോയിൽ നമ്മളെ അത് കാണിക്കുന്നില്ല. നേരെ ഋതപ്പനെ എടുക്കുന്നു, റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോയിട്ടും ഒരുപാടുണ്ട് വീഡിയോ, ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. കണ്ടതിനകത്തൊന്നും എനിക്ക് മനസ്സിലായത്, കിച്ചു അവിടെ ചെന്നു ഋതപ്പനെ എടുത്ത് റൂമിൽ പോയിട്ട് പോലും ആരോ പറഞ്ഞ ആ കുട്ടിയെ പേടിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഋതപ്പന്റെ റിയാക്ഷൻ. ആദ്യമൊന്നും വലിയ സംസാരമോ കാര്യങ്ങളോ ഇല്ല, പേടിയായിരിക്കും. മനസ്സിലായില്ലേ? കിച്ചു അങ്ങ് പോയി കഴിഞ്ഞാൽ ആ പയ്യനോട് എങ്ങനെയാണ്, ആ കുട്ടിയോട് എങ്ങനെയായിരിക്കും ഇവർ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അവനറിയില്ല. ചിലപ്പോൾ അവൻ്റെ അമ്മയോ അവൻ്റെ തങ്കൻ ചേട്ടനോ ഒക്കെ എന്തായിരിക്കും പറഞ്ഞു വെച്ചേക്കുന്നത്. കിച്ചു വന്നാൽ മിണ്ടരുത് മോനെ, അറിയില്ല നമുക്ക് എങ്ങനെയായിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശമാണോ ആ പയ്യനെ പറ്റി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്,
അവൻ്റെ റിയാക്ഷനിൽ നിന്ന് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനിയും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഊഹിക്കാൻ വേണ്ടി ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കിച്ചുവിൻ്റെ കൂടെയുള്ള കൂട്ടുകാരുണ്ടല്ലോ, അവന്മാർ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നീ ബാഡായ നീ ഇല്ല വിളിച്ചറിയോ? അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? അമ്മ വിളിക്കട്ടെ? വിളിക്കടാ, വിളിച്ചറിയട്ടെ? വരുന്നില്ല. ഈ ചേട്ടൻ്റെ കൂടെ പോയി എന്താ പറയാ? അമ്മ വിളിക്കുമ്പോ എന്താ പറയും? വരാതെന്ന് വെച്ചാൽ എന്താ പറയും? അല്ല, ഇവൻ എന്തിനാ കൂടിരുന്ന് ആ കൊച്ചിനെ മടിയിരുത്തിക്കൊണ്ട് ഇവൻ എന്തിനാ ചിരിക്കുന്നത്? അമ്മയെ വിളിച്ച് പറയട്ടെ മോനെ, അമ്മയെ വിളിച്ച് പറയാടാ എന്ന് പറഞ്ഞിട്ട് അവൻ എന്തിനാ അവിടെ ഇരുന്ന് ചിരിക്കുന്നത്? ചിരിക്കാനും മാത്രമുള്ള വലിയ കാര്യമാണോ അവൻ പറഞ്ഞത്? വീഡിയോ എടുക്കുന്നുണ്ട്, ഈ വീഡിയോ ഔട്ട് നാട്ടുകാരിലേക്ക് എത്തുമെന്ന് അറിയാം. ഒരു പുച്ഛം കിച്ചുവിന് പോലും ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. കിച്ചുവിന് പോലും. നിങ്ങൾക്ക് കത്തിയല്ലോ ഈ കൂടെ നടക്കുന്നവന്മാരുടെ ഈ പുച്ഛം എന്തുകൊണ്ടാണെന്ന്. ആ ചെറുക്കൻ കിച്ചുവിന് എന്നിത് മനസ്സിലാവുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവന് നല്ല ബുദ്ധി കൊടുക്കാൻ. ബാക്കി കേക്ക്. പറയടേ അമ്മ. അമ്മ വെച്ചാൽ എന്താ പറയും? എന്തൊരു ഷോടേ, എന്ത് വരാ? എന്തോ പറയും അമ്മയുടെ? എന്താ പറയും? എന്താ വരാത്തെന്ന് വെച്ചാൽ എന്താ പറയും? കാരണം എന്താ പറയും? ആരുടെ കൂടെ? വീട്ടിലേല നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു, പിന്നെ വന്നേയില്ല, എന്തെങ്കിലും ഇപ്പൊ കൊണ്ടുപോകാൻ വന്നതാ. ഇത്രയും വന്നേയില്ലേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു സെറ്റല്ലേ എയർപോർട്ടിൽ പോകാൻ നിന്നേല്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ അവൻ ഓക്കെ ആയി. സംഗതി എന്താണെന്നല്ലേ, കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഋതപ്പനും അവരുടെ ആ ഫാമിലിയിലുള്ള ആളുകളും അവര് രേണു എയർപോർട്ടിലെങ്ങാണ്ട് വരുന്നുണ്ട്, രേണുവിനെ വിളിക്കാൻ പോകാൻ ഇരുന്നതായിരുന്നു. പക്ഷെ ആ കിച്ചു ഇത്രയും ദൂരത്തും ചെന്നതല്ലേ, കൊല്ലത്തു നിന്ന് കോട്ടയം ചെന്നതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിനെയും കൊണ്ട് കിച്ചു കറങ്ങാൻ ഇറങ്ങി. രേണുവിനെ കിച്ചു വിളിച്ച് പറയുകയും ചെയ്തു, അമ്മ ഞാൻ അവനെയും കൊണ്ട് പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രേണു ഓക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു, കൊണ്ടുപോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അത്രയും നേരം കിച്ചു അമ്മയെ വിളിച്ച് സംസാരിച്ചു എന്ന് ഋതപ്പനോട് പറയുന്നോടം വരെ ആ കുട്ടിയുടെ മുഖത്തൊരു ചിരിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ചിരിയില്ല. എന്തോ പേടിച്ചിരിക്കുക. ഇനിയും ചേട്ടൻ്റെ കൂടെ പോയി എന്നറിഞ്ഞ് അമ്മ വന്നു കഴിയുമ്പോൾ ഇനിയും വഴക്ക് പറയുമോ? കൊച്ചു കുഞ്ഞാണ്, അതിൻ്റെ പേടിയിലാന്ന് തോന്നുന്നു അവൻ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. ഇല്ലെങ്കിൽ എന്തിനാണ്? ഇതിനു മുമ്പും കിച്ചുവും ഋതപ്പനുമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനൊരു ബിഹേവിയർ ആ കുട്ടിയുടെ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. വലിയ ചിരിയോ കളിയോ ഒന്നുമില്ലാതെ അമ്മ വിളിച്ചതിന് ശേഷം അമ്മ പറഞ്ഞു നിന്നെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. ചിലപ്പോൾ കിച്ചു വിളിച്ച് ചോദിക്കാൻ തന്നെ കാരണം അതായിരിക്കും. ഋതപ്പൻ വലിയ അനക്കവും ചിരിയോ ഒന്നും ഇല്ലാതിരുന്ന് കണ്ടപ്പോഴത്തേക്ക് അവന് മനസ്സിലായവൻ വിളിച്ച് ചോദിച്ചതായിരിക്കാം. എന്താണെങ്കിലും അതിനുശേഷം ബാക്കിയുള്ള വീഡിയോയിൽ ഋതപ്പൻ ആക്റ്റീവാണ്, മനസ്സിലായോ? പക്ഷേ നല്ല രീതിയിൽ പേടിപ്പിക്കേണ്ടതൊക്കെ പേടിപ്പിച്ചിട്ടുണ്ടോ ഈ ചെറുക്കനെ? എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായത് താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.